എന്നെ ആ വീട്ടിലെ മരുമകളാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ? ഞാൻ എന്താ ചെയ്യിപ്പിച്ചെന്ന് നിങ്ങൾ മറന്നല്ലേ? എല്ലാവരെയും ഒരുപോലെ വഞ്ചിക്കാൻ വേണ്ടി ജാതകം തന്നെ മാറ്റിയതല്ലേ? എന്റേതും വേദവതിയുടേതും ഒരുപോലുള്ള ജാതകമാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പക്ഷേ എന്റേത് വേദവതിയുടെ അതേ ജാതകം അല്ല. ഭരണി നക്ഷത്രം, മേടരാശി, കാർത്തിക മാസത്തില് വെള്ളിയാഴ്ച ദിവസം ജനിച്ച പെൺകുട്ടി ആ വീട്ടിലെ മരുമകളാവണം. പക്ഷെ അതില് ഒരെണ്ണം പോലും എന്റെ ജാതകമായിട്ട് മാച്ച് ആയിട്ടില്ല. അങ്ങനെ ഒരു ജാതകത്തിൽ പിറന്ന പെൺകുട്ടിക്ക് മാത്രമേ ആ വീട്ടിലെ ദീപം തെളിയിക്കാനുള്ള അർഹതയുള്ളൂ. പക്ഷെ എനിക്ക് അർഹതയില്ല. അങ്ങനെ ഒരു ജാതകത്തിൽ പിറന്ന പെൺകുട്ടിക്ക് ആ വീട്ടിലെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അർഹതയുണ്ടാകൂ. എനിക്ക് അതും ഇല്ല. വേദവതി അമ്മയുടെ അതേ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിക്ക് അമ്മയുടെ പ്രസാദം ഉണ്ടാക്കാനുള്ള അർഹതയുണ്ടാകൂ. എനിക്കതില്ല. അതുകൊണ്ട് ആ വീട്ടിലേക്ക് വേണ്ട ജാതകം എന്താണെന്ന് നേരത്തെ തന്നെ എൻക്വയറി ചെയ്ത് വേദവതി അമ്മയുടെ ജാതകവും എന്റെ ജാതകവും ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് സ്വാമിക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആ വീട്ടിലേക്ക് കാല് വെച്ചപ്പോ മനസ്സ് മാറ്റണം, മറ്റൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്നെ കുറിച്ചൊക്കെ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്ന? ഒരിക്കൽ കൂടി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞ അച്ഛനും അമ്മയാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നു കളയും ഞാൻ. എന്റെ ഇത് വേദവതി അമ്മയുടെ അതേ ജാതകം അല്ലാത്തത് കൊണ്ടായിരുന്നു ഗ്രാമത്തിൽ അന്ന് എനിക്ക് പ്രസാദം ഉണ്ടാക്കാൻ കഴിയാഞ്ഞത്, പൂജാമുറിയിൽ കാലെടുത്ത് വെക്കാൻ കഴിയാഞ്ഞത്. എന്റെ ഇത് വേദവതിയുടെ ജാതകം അല്ലാത്തത് കൊണ്ടാ മരുമകളാകുന്നത് വരെ തഞ്ചത്തിൽ അവിടെ നിൽക്കാൻ ഞാൻ തീരുമാനം എടുത്തത്. ജാതകം ഒന്നാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ വീട്ടിലുള്ളവരും പുറത്തുള്ളവരും ആ ഗ്രാമത്തിലുള്ളവരും എന്നെ ബഹുമാനിച്ച് തലയിൽ കയറ്റി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവിടുത്തെ മരുമകളായേ തീരൂ. ഒരുപാട് ദൂരം പിന്നിട്ടു ഗൗതമി. ഇനി കുറച്ചുകൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നേടിയെടുക്കും. കുറച്ചൊന്ന് ക്ഷമ കാണിക്ക്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കാശിക്കൊന്ന് പോയിട്ട് വന്നോളൂ. അറിയിക്കാതെ കല്യാണം കഴിച്ചതിന് ആ വേദവതി ആവനിയും ശ്രീകരനെയും മാറ്റി നിർത്തിയതാ. ജാതകത്തിന്റെ കാര്യത്തിൽ കള്ളം കാണിച്ചു എന്നറിഞ്ഞ വേദവതി നിന്നെ കൊന്നുകളയുമെന്ന് വരെ ഞങ്ങൾക്ക് പേടിയുണ്ട് മോളെ. ഞാൻ വ്യാജ ജാതകവും കൊണ്ട് അങ്ങോട്ട് കേറി വന്നേന്നുള്ള കാര്യം ആരറിയിക്കാനാ? നിങ്ങളും പറയില്ല, ഞാനും പറയില്ല. ഇനി ഈ കാര്യമെങ്ങാനും ആ ആവനി അറിഞ്ഞാലോ? ദാറ്റ്സ് ഇംപോസിബിൾ. ഇമ്പോസിബിൾ ആയത് പോസിബിൾ ആക്കി കാണിക്കുന്നുണ്ടല്ലോ. ഈ കാര്യത്തിൽ തല കീഴായിട്ട് നിന്ന് തപസ് ചെയ്താലും എന്റേത് വേദവതിയുടെ അതേ ജാതകം അല്ലെന്ന് അവള് കണ്ടെത്തുകയില്ല. ഞാൻ ആ കിട്ടുവിനെ കല്യാണം കഴിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി. നമ്മളാണെങ്കി കള്ളജാതകം കാണിച്ച് നിഹാരികയെ ആ വീട്ടിൽ കൊണ്ടു നിർത്തി. ഇവളുടെ കാര്യം മാറ്റി നിർത്തിയ ആ വന്നു കേറിയന്റെ സ്വഭാവം എന്താണോ എന്തോ. ഇത്രയും നാൾ ഓട്ടോയിലായിരുന്നു യാത്ര. കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. എനിക്ക് ഈ അമ്പലങ്ങളൊന്നും ഇഷ്ടമല്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട അവസ്ഥയായല്ലോ. തിരുമേനി,
നമസ്കാരം. നമസ്കാരം തിരുമേനി. അന്ന് ഇവിടുത്തെ അമ്മയുടെ മരത്തില് നേർച്ച വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കാണാതെ പോയ ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. എല്ലാം ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹമാണ്. വലിയ സന്തോഷായി. ഇവിടുത്തെ അമ്മയ്ക്ക് വലിയ ശക്തിയുണ്ട് തിരുമേനി. വിശ്വാസം തന്നെ പാതി വിജയത്തിന് സമം. ബാക്കിയെല്ലാം ദൈവം തന്നെ നോക്കിക്കോളും. അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രദക്ഷിണം ചെയ്തപ്പോ അതേ ദിവസം തന്നെ നിങ്ങൾ കൊണ്ടുവന്ന വെള്ളിപ്പാത്രം ഞാൻ അടിച്ചു മാറ്റി. അപ്പോ ഇനി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് എനിക്കൊരുപാട് നേട്ടങ്ങളുണ്ടാകും. ഞങ്ങളുടെ മകന്റെ പേരിൽ ഒരു അർച്ചന നടത്തണം തിരുമേനി. അങ്ങനെ ആവട്ടെ. പേര് പറഞ്ഞോളുക. കിട്ടു എന്നാ. കിട്ടുവോ? അതെ അതെ, എന്നെ വളർത്തിയവർ എനിക്കിട്ട പേരാ അത്. മുന്നിലും പിന്നിലും വാലൊന്നുമില്ല. തിരുമേനി, എന്താന്ന് പറഞ്ഞോളുക. ഇന്നേ ദിവസം മുതല് എന്റെ മകനെ ഞാൻ കൃഷ്ണബാബു എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് ഏട്ടാ? നല്ല പേരാ വേദ. നിനക്കും ഇഷ്ടായില്ലേ മോനെ? ദാ ഈ കിട്ടു ചേരിയിൽ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, കിട്ടുവിൽ നിന്നും കൃഷ്ണബാബുവായി മാറി. ഇഷ്ടമായി അമ്മേ. നിങ്ങളുടെ വയറ്റിൽ ജനിച്ചത് എന്റെ ഭാഗ്യമാണ്. ചെളിയിൽ വളർന്നാലും നിങ്ങളുടെ മകനൊരു മാണിക്യം തന്നെയാ. തീർച്ചയായും തിരുമേനി, മകന്റെ പേരിലുള്ള അർച്ചനയോടൊപ്പം പ്രത്യേക പൂജയും നടത്തണം. അങ്ങനെ ചെയ്യാം. പൈഡിപാല ഗോത്രോദ്ഭവസ്യ കൃഷ്ണബാബു നാമധേസ്യ വേദവതി നാമധേസ്യ പ്രസാദറാവു നാമധേസ്യ. ഒന്ന് ഇങ്ങോട്ട് വന്നോളുക. ഇതാ, നിങ്ങളും കുങ്കുമം തൊട്ടോളൂ. ചേച്ചി, എന്തിനാ അവനെ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞത്? എനിക്കൊരു ചെറിയ പൂജയുണ്ടായിരുന്നു, അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാ. വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. ശരി, എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാനവർക്ക് വാക്ക് കൊടുത്ത പോലെ അവരുടെ മകനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നല്ലവനോ സൽസ്വഭാവിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇന്നത്തെ കാലത്ത് നീതി ന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇരിക്കുന്നിടത്ത് ഇരിക്കുമെന്നുള്ളതല്ലാതെ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് നല്ല ഒരു സമയം നോക്കി എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് എഴുതി വാങ്ങേണ്ടതൊക്കെ എഴുതി വാങ്ങണം. അതെ, ഈ കാര്യത്തിൽ എന്നെ നീ നന്നായിട്ടൊന്ന് ആശീർവദിക്കണേ. അതെ, അമ്പലത്തിൽ കള്ളന്മാര് കാണും. വസ്തുവകകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഭർത്താവിന്റെ കുടുംബത്തോട് നിനക്കുള്ള അത്രയും സ്നേഹം വേറെ ഒരാൾക്കും എന്തായാലും ഉണ്ടാവില്ല. കൂട്ടുകുടുംബത്തിലുള്ള മരുമക്കള് എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? എപ്പോഴും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭർത്താവിനെയും കൊണ്ട് മാറി താമസിക്കാൻ പറ്റുക എന്നുള്ളതാ. പക്ഷെ നീയുണ്ടല്ലോ, എന്റെ കുടുംബം മുറിഞ്ഞു പോകാൻ പാടില്ല, എന്റെ കുടുംബത്തിന് മറ്റാരും കാരണം ഒരു ദോഷം ഉണ്ടാവരുതെന്നും പറഞ്ഞ് അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി, ലൈനിൽ വന്ന് ചവിട്ടരുത്. ഇപ്പൊ വന്നവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂന്ന് നല്ല പേടിയുണ്ട് എനിക്ക്. ഇന്നലെ വരെ ഞാൻ നിഹാരികയോട് പോരടിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോ ആ കിട്ടുവിനോട് കൂടി പോരടിക്കണം. നിന്നെ ശ്രീകരനെ ഒഴിച്ച് ആ വീട്ടിലുള്ള ബാക്കി എല്ലാ മക്കളുടെയും കാര്യം വളരെ കഷ്ടമാ. ഈ കിട്ടു എന്താ അവരുടെ അടുത്ത് നിൽക്കുന്നേ? വന്നവന്റെ സ്വഭാവം ശരിയല്ലെന്ന് നിനക്ക് അവരോട് പറഞ്ഞു നോക്കിക്കൂടായിരുന്നോ? പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്ന അവസ്ഥയിലല്ല അവര്. കിട്ടു,
എന്റെ അമ്മേ, കോൺസ്റ്റബിൾ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അടുത്തു വന്നു കഴിഞ്ഞാ എന്റെ ഫ്ലാഷ് ബാക്ക് മൊത്തവും പുറത്തു പറയുമല്ലോ. ഏയ് കേട്ടോ, നീ വരുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? അവിടെ ആരോ നിന്നെ വിളിക്കുന്നുണ്ടല്ലോ മോനെ. എന്റെ ഫ്രണ്ടാ അമ്മേ. അവനോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. പൂജയ്ക്കിടയിൽ അങ്ങനെ പോവാൻ പാടില്ല മോനെ. അമ്മേ, അത് അവൻ കുറെ കാലമായിട്ട് ദുബായിലായിരുന്നു. ഈ അടുത്താ നാട്ടിലേക്ക് വന്നേ. ഉടനെ ദുബായിലേക്ക് തിരിച്ചു പോകും. ഞാൻ അവനോട് പോയി പെട്ടെന്ന് സംസാരിച്ച് പെട്ടെന്ന് തിരിച്ചു വരാം അമ്മേ. ശരി മോനെ, പെട്ടെന്ന് വാ. ശരി അമ്മേ, നിങ്ങൾ തുടർന്നോ. ശരി സാർ, ഒന്നിങ്ങ് വന്നേ. നീയുള്ളത് നല്ലൊരു വീട്ടിലാണെങ്കിലും നിന്റെ ജീവിതം എന്ന് ശരിയാവൂന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ചേച്ചി, അതാ അവിടെ വന്ന കിട്ടു. അതവനാ. ആരാടാ അവര്? അവര് എന്റെ അച്ഛനമ്മമാരാ സാറേ. എന്താടാ കളിക്കാ? അയ്യോ, കള്ളമല്ല, സത്യമാ സാറേ. ആഹാ, അവരെ പറഞ്ഞു പറ്റിച്ച് ആ വീട്ടിൽ സെറ്റിൽ ആയോടാ നീ? അയ്യേ, അങ്ങനൊന്നും അല്ല സാറേ. സാർ, നിങ്ങൾ എന്തായാലും അവരുടെ മുമ്പിലേക്ക് വരരുത്. പോലീസുകാരുടെ മുമ്പിൽ എന്താ അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ സംശയിച്ചതുപോലെ കിട്ടുവിന്റെ കാര്യത്തിൽ എന്തോ രഹസ്യമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങളൊന്നും സംസാരിക്കരുത്. ഈ പണം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോയാ മതി. പറയുന്ന കേക്ക് സാറേ. ഇവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സാറേ. വേണേ താടി ഞാൻ പിടിക്കാം. ചേച്ചി, ഇപ്പൊ എന്നെ ഓർത്ത് ഒന്ന് പോ സാറേ. ചെല്ല് സാറേ. സാർ, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. ചെല്ല്. ഭാഗ്യം, ആരും കണ്ടില്ല. നിങ്ങളെന്താ മുന്നേ വന്ന് നിൽക്കുന്നേ? മാറി നിൽക്ക്. എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നൊരിക്കലും റോഡിൽ വെച്ച ഒരാള് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോ ഞാൻ പിടിച്ചു തന്നിരുന്നു. ഓർമ്മയുണ്ട് മോളെ. നേരത്തെ ഒരാള് വന്ന് നിങ്ങളോട് സംസാരിച്ച് പണം തന്നത് എന്തിനാണെന്ന് അറിയാൻ പറ്റുമോ? അതോ, അവന്റെ പേര് കെട്ടുവന്ന ആളൊരു കള്ളനാ മോളെ. കള്ളനോ? അതെ മോളെ, കയ്യിൽ കിട്ടുന്നതെല്ലാം മോഷ്ടിക്കുന്ന കൂട്ടത്തിലാ. ടൂ വീലേഴ്സ് മോഷ്ടിക്കുക, കഞ്ചാവ് വിൽക്കുക, ഇതൊക്കെ അവന്റെ പരിപാടികള്. സത്യമാണോ? അവൻ കള്ളത്തരം കാണിച്ചാലും ഞാൻ കള്ളം പറയുന്നത് എന്തിനാ മോളെ? ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. നീ അന്ന് ഞങ്ങൾക്ക് പിടിച്ചു തന്നത് ഇവനെയാ. ഏതോ പൈസക്കാരുടെ കൂടെയപ്പോ അവന്റെ അച്ഛനും അമ്മയും ആണെന്നൊക്കെയാ പറയുന്നത്. കണ്ടില്ലേ, അവരുടെ കൂടെ പൂജ എന്നൊക്കെ പറഞ്ഞാ നടപ്പ്. അവൻ ചേരിയിലെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. അവന് പൈസ മാത്രം മതി മോളെ, മറ്റൊന്നും ആവശ്യമില്ല. എത്ര തവണ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെന്ന് ഒരു കണക്കുമില്ല, ഞങ്ങൾക്കും കണക്കില്ല. അവൻ ചെയ്തതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഗ്രന്ഥം തന്നെ എഴുതാം. ശരി മോളെ, എന്നാ ഞാൻ പോട്ടെ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മോശമാണല്ലോ അവസ്ഥ. നിന്റെ കല്യാണക്കാരി അറിഞ്ഞപ്പോ നിങ്ങളുടെ അമ്മ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാ സംസാരിച്ച് വെറും അന്യരാക്കി മാറ്റി. എനിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു അവസരം ഇത്.
മകൻ തിരിച്ചു വന്നു കരുതി അഹങ്കരിക്കരുത് വേദവതി. നിങ്ങളുടെ മകന്റെ ചരിത്രം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടി നിങ്ങൾ ചത്തുപോന്ന് പറയും ഞാൻ. പൂജയ്ക്ക് ഉപയോഗമില്ലാത്ത പൂവ് പോലെ നിങ്ങൾ ഈ മകന് വേണ്ടി എത്രയൊക്കെ പൂജകൾ ചെയ്താലും അതൊക്കെ വെറുതെയാണെന്നും ആ കിട്ടുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ചേച്ചി ചേച്ചി വിട്. ചേച്ചി നിക്ക് ചേച്ചി. എന്തിനാ എന്നെ നീ തടയുന്നേ? അവസരം കിട്ടിയ ആ വേദവതിയുടെ നാക്കിന്റെ നീളം നീ കണ്ടിട്ടില്ലേ? പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാറില്ലേ? ഇനി ഞാനൊന്ന് ചോദ്യം ചെയ്യട്ടെ. കയ്യിൽ കിടക്കുന്ന വസ്തു കൈ പോലും അറിയാതെ അടിച്ചു മാറ്റുന്നതിന് നിങ്ങളുടെ മകന് നല്ല കൈപ്പുണ്യാണെന്ന് പറയും ഞാൻ. ഇനി നീ എന്നെ തടയാൻ നിൽക്കരുത് അവനി, കേട്ടല്ലോ? ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ എന്താ കേൾക്കേണ്ടത്? നിന്നെയും ശ്രീകരനെയും ആ സ്ത്രീ ഒരുപാട് വിഷമിപ്പിച്ചതല്ലേ? ആ ദേഷ്യം ഇപ്പോഴും എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതെല്ലാം ഞാൻ ഇന്ന് തീർക്കും. ആരും സഹിക്കില്ല ചേച്ചി. മകൻ വന്ന സന്തോഷത്തിൽ അവര് മകൻ നല്ലവനല്ല നിങ്ങാട് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ സഹിക്കില്ല. മകൻ പഠനത്തിൽ അല്പം മോശമാണെങ്കിലും സമ്പാദ്യം അല്പം കുറവാണെങ്കിലും ഏത് കാര്യത്തിലും പിന്നോട്ടാണെങ്കിലും ഒരമ്മയ്ക്ക് പക്ഷെ സഹിക്കാൻ പറ്റും. മോഷണം അവര് സഹിക്കില്ല. വേദവതിയുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞ് മറ്റുള്ളവർക്ക് ആദർശമായി മാറണമെന്നല്ലാതെ മറ്റുള്ളവര് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരാളാവരുതെന്നുള്ള അവരിപ്പം മകനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞ ഇവിടെ വെച്ച് തന്നെ ചങ്ക് പൊട്ടി ചാകും. അവരെന്തൊക്കെ പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തിയാലും അവര് നമ്മുടെ കുടുംബം തന്നെയാണ്. അവർക്കൊന്നും സംഭവിക്കരുത്. നമ്മളെ കാരണം ഒരിക്കലും സംഭവിക്കരുത്. സത്യങ്ങൾ തുറന്നു പറയാനുള്ള സമയമല്ല ചേച്ചി ഇത്. സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. അതിനുള്ളിൽ കിട്ടുവിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്തോളാം. നിന്റെ നീതി വാക്കുകൾ ഞാൻ ഇനിയും കേൾക്കണമെന്നാണോ പറയുന്നേ? എന്ത് വന്നാലും ഇത് തുറന്നു പറഞ്ഞേ പറ്റും. ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കേൾക്കാത്ത എന്താ? ചേച്ചി ചേച്ചി അനിയത്തി എന്ത് പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് വന്നത്? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ വന്നതാ. ഞാൻ പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വെറുതെ വന്നതല്ല. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നേ. ഒരു കാര്യം പറയാനും കൂടിയാ വന്നേ. അതെന്താ? എന്താണെന്നോ? നിനക്ക് പറയാനുള്ളത് പിന്നീട് കേൾക്കാം. ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്ക്. നിനക്കിത് ആരാണെന്നറിയാമോ? ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ. അന്ന് വിധി ഞങ്ങളെ അകറ്റി മാറ്റി. ഇന്ന് ആ വിധി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. തിരിച്ചു തന്നത് ഒരു വിധിയോ അല്ല, എന്റെ അനിയത്തിയെ തിരിച്ചു തന്നെ. ഓ, ഇവര് ആവനിയുടെ ചേച്ചിയാണോ? അതെ മോനെ. നമസ്കാരം ചേച്ചി. ഭയങ്കര മര്യാദക്കാരനാണെന്ന് കണ്ടാ പറയുമെങ്കിലും നീ വെറും ഒരു... ചേച്ചി നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നേ? നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടാവില്ല. എന്തിനാ ഈ നാടകമൊക്കെ? അമ്മേ, നിങ്ങൾ പോവാൻ നോക്ക. എന്റെ അതേ ജാതകത്തിൽ പിറന്ന നിഹാരികയാണ് എന്നായാലും എന്റെ മരുമോളാവുക എന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അതുമാത്രമേ സംഭവിക്കൂ. എന്റെ മകനും നിഹാരികയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. കല്യാണത്തിന്റെ ക്ഷണപത്രിക അയക്കാം. ഉറപ്പായിട്ടും വരണം. വരൂ ഏട്ടാ. നീ എന്താ ഇങ്ങനെ നടക്കുന്ന കാളയ്ക്ക് മോടം തന്ന പോലെ നല്ല സമയത്ത് തടസ്സമായിട്ട് നിന്നോളൂ. കണ്ടില്ലേ എത്ര ധാർഷ്ട്യത്തിലാ സംസാരിച്ചത്? പക്ഷെ അവനൊരു കള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനൊക്കെ പറ്റുമായിരുന്നോ? നിനക്കിതൊക്കെ എപ്പോഴൊന്നും മനസ്സിലാവുക? കുടുംബത്തിന് വേണ്ടി ജീവിതം മുഴുവൻ നീ ദാനം ചെയ്തു. ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്ക്. ഛേ